ഹായ്, നമ്മളിന്ന് വീട്ടിലാണേ. എന്താ എൻ്റെ വീട്ടുകാരെല്ലാവരും ഉണ്ട് ഇന്ന് എൻ്റെ കൂടെ കേട്ടോ. ഭയങ്കര സന്തോഷം. ഓണമൊക്കെ അല്ലേ, ചെറിയൊരു ഓണസദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ കഴിക്കാം. എല്ലാവരും ഹായ് പറഞ്ഞേ. പേര് പറ. ഗ്രേസൻ, ഗ്രാറ്റീസ്. ഇവളാണ് കേട്ടോ മൂത്ത കേട്ടോ. അവളുടെ ഇളയതാണ് അവന്, ഏറ്റവും ഇളയതാണ് ആ നിൽക്കുന്നത്. അതാ നിൽക്കുന്നത്. അതാണ് നമ്മുടെ വീട്ടുകാർ കേട്ടോ. അമ്മ ഇവനുണ്ട്, പിന്നെ ഒരാളും കൂടെ ഉണ്ട്, ആൾ അവിടെ മാറിയിരിക്കുക. മുന്നേ ഇടയ്ക്കൊക്കെ എൻ്റെ കൂടെ വീഡിയോയിൽ വരുന്നുണ്ടല്ലോ, അപ്പം നിങ്ങൾ കണ്ടിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടുകാരെ കണ്ടില്ലെന്നുള്ള പരാതി പറയരുത്. ഇന്നാളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര്. ഇവള് എറണാകുളത്ത് ഒരു ചെറിയ ജോലിയിലാണ്, ഇവൻ ആന്ധ്രയിൽ ചെറിയ നഴ്സിംഗ് പരിപാടിയൊക്കെ പഠിക്കുകയാണ്. രണ്ടുപേരും ഇവിടെ ഉണ്ട്, പിന്നെ അമ്മ വീട്ടിലുണ്ട്. വീട്ടുകാർ വീട്ടിൽ തന്നെ, ജോലിക്കൊന്നും പോകുന്നില്ല. നമ്മുടെ വീടൊക്കെ അറിയാലോ, ചെറിയൊരു വീടാണ്. വീട് ഞാൻ വലിയ കാര്യമായിട്ട് കാണിക്കുന്നില്ല. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. അപ്പം വീടും കാണിക്കാം കേട്ടോ. എന്നാ അങ്ങോട്ട് പോകുമ്പോൾ ഈ പ്ലാസ്റ്റിക് ഇവിടെ കെട്ടിരിക്കുന്ന കാരണം അങ്ങോട്ട് പോകുമ്പോൾ നിഴൽ ഭയങ്കര കളർ വ്യത്യാസമാണ്. അപ്പം നമുക്ക് വീട് കാണാം, കുഴപ്പമില്ല. അപ്പം നമുക്ക് നമ്മുടെ വീട് കണ്ടോണ്ടാണ് വരുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ വീട്, ചെറിയ വീടാണ്. നമുക്ക് വലിയ സൗകര്യങ്ങളൊന്നുമില്ല, ഉള്ള സൗകര്യത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ലാന്ന്. ഈ വീട് ഒരു നല്ല ഭാഗ്യമുള്ള വീടാണ്. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് യൂട്യൂബ് തുടങ്ങിയത്, അതുപോലെ എനിക്ക് സോളാറിൻ്റെ വർക്കൊക്കെ കിട്ടിയത്. അങ്ങനെ ഒരു ഭാഗ്യമുള്ള വീടാണ്. നമുക്ക് വലിയ വലിപ്പമുള്ള വീടൊന്നും അല്ലെങ്കിലും നമുക്ക് അതല്ലേ വേണ്ട, സ്വസ്ഥമായിട്ട് ജീവിക്കാനൊരു വീടല്ലേ വേണ്ടേ. ഒത്തിരി വലിയ കൊട്ടാരം ഉണ്ടാക്കിയിട്ട് സ്വസ്ഥമില്ലാതെ ജീവിക്കുന്നതിനെക്കാട്ടി നല്ല ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്നതല്ലേ. അപ്പോൾ നമുക്ക് സദ്യ എന്നല്ല, ഓണത്തിൻ്റെ ഒരു ഉച്ചഭക്ഷണമുണ്ട്, അതൊക്കെ ഒന്ന് കഴിക്കാം. അപ്പോൾ വരൂ, എല്ലാവരും വരൂ. അപ്പം നമ്മളെ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് നല്ല വഴിയിലേക്ക് ഇറങ്ങിയായിരുന്നേ. കഴിഞ്ഞ കൊല്ലം കൽത്തൊട്ടി ഭാഗത്ത് ഓണാഘോഷ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെ കുറച്ച് ഓണാഘോഷ പരിപാടി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. പക്ഷേ വയനാട് ഈ ഫ്ലഡ് ദുരന്തമൊക്കെ വന്നുകൊണ്ട് ഓണാഘോഷമൊന്നും ഓരോരുത്തരും വലിയ കാര്യമായിട്ടൊന്നുമില്ല. എന്നാലും ചെറിയ എന്തെങ്കിലും പരിപാടി കാണുമായിരിക്കും. ഒന്ന് പോയി നോക്കാം.
കുട്ടികളുടെ അഭ്യർത്ഥന പ്രകാരം മാവേലിയോട് പരാതി പറഞ്ഞത് പ്രകാരം അവരെ ഉൾപ്പെടുത്തി 2 ടീമായിട്ട് എണ്ണമൊന്നും വടംവലി മത്സരം ഇപ്പൊ അല്ല, ഇപ്പൊ നമ്മുടെ മിഠായി പെറുക്ക് മത്സരമാണ്. മിഠായി പെറുക്ക് മത്സരത്തിൽ പങ്കെടുക്കാനുള്ളവര് കൂടുതൽ പെറുക്കുന്ന ആളുകൾക്കായിരിക്കും സമ്മാനം. ഭാരവാഹികൾ ശ്രദ്ധിക്കണം, വാരിയെടുക്കാൻ പാടില്ല. മിഠായി പെറുക്കൽ മത്സരമാണ്. റെഡിയാണോ? മിഠായി പെറുക്കി കഴിഞ്ഞ് അത് കയ്യിൽ തന്നെ വെക്കുക. ആരും കൈമാറരുത് കേട്ടോ. ഭാരവാഹികൾക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ. അവർ എണ്ണിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. ചെറുപയറാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. മുട്ടായി അല്ല, ചെറുപയറാണ്. അത് എണ്ണത്തിനനുസരിച്ച് പെറുക്കിയെടുക്കണം. അതിനുശേഷം കയ്യിൽ വെക്കുക. നിങ്ങൾ തന്നെ എണ്ണുക. എണ്ണിട്ട് ഭാരവാഹികളെ ഏൽപ്പിക്കുക. വാരി എടുക്കരുത്, പെറുക്കിയെടുക്കണം. എല്ലാവരും മത്സരമാണ്. 1-1 വാശിയോടെ മത്സരം. 1000 എണ്ണത്തിൽ കൂടുതൽ ആരും പെറുക്കരുത്. എല്ലാവരും എണ്ണിക്കും. അവസാനം താഴെ പോകാതെ എണ്ണുക. വേറെ അതിന് മുകളിലുള്ളവരുണ്ടോ? എണ്ണിക്കോ, മാറിക്കോ. പേന ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ ഞങ്ങൾ നൽകുന്നതാണ്. ചിരട്ടവേലിൽ അങ്ങനെയുള്ളവരെല്ലാം കൂടെ നിന്നോ. ചാലിൽ അലക്സ് ഉണ്ടോ? റെഡിയല്ലേ? പരമാവധി ശ്രദ്ധിച്ചോണം. പെട്ടെന്ന് നിർത്താൻ പറയുമ്പോഴേ നിർത്തിക്കോണം. റെഡി, 1 2 3 സ്റ്റാർട്ട്. വാരെഴുത ഓരോന്നും പെറുക്കണം. വരുടെ കസേരകളി മത്സരം ഉടൻ തന്നെ ആരംഭിക്കുകയാണ്. കസേരകളി മത്സരം ആരംഭിക്കുന്നു. പരമാവധി ശ്രദ്ധിക്കുക. കസേരകളി മത്സരത്തിൽ പേര് തന്നിരിക്കുന്നവര് അൽഫോൺസ് കുന്നേല്, ആദിത്യൻ കണിയാമ്പറമ്പിൽ, അഖിൽജിത്ത്, അനിൽ ഭവൻ, അശ്വിൻ അരിപ്പാറ, ജോയൽ റോയി, ശ്രീജിത്ത്. മത്സരം ആരംഭിക്കുന്നു. വാശിയേറിയ കസേരകളി മത്സരമാണ്. ജോയൽ റോയിയും അൽഫോൺസ് കുന്നേലും വിനോദ് ഇന്നപ്പെടുത്തുന്ന വാശിയേറിയ മത്സരമാണ്. കസേര വിട്ടുകൊടുക്കാതെ വിനോദ് അത്യന്തം വാശിയേറിയ മത്സരമാണ്. വിനോദ് ഓടണം. വട്ടക്കിറങ്ങിയത് മത്സരം ജോയൽ റോയിയും വാശിയേറിയ മത്സരമാണ്. അൽഫോൺസ് കുന്നേലും ജോയൽ റോയും തമ്മിലുള്ള അത്യന്തം വാശിയേറിയ മത്സരമാണ്. പിടിപിടുക്കന്മാര് വിനോദിനെ കമത്തിയടിച്ച് ജോയൽ റോയും അൽഫോൺസും മുന്നോട്ടാണ്. അത്യന്തം വാശിയേറിയ മത്സരം. ജോയൽ റോയി ഫസ്റ്റ്, അൽഫോൺസ് സെക്കൻഡ്. ഓക്കെ, ശേഷം പീസ് ഉണ്ട്. ഉടൻ തന്നെ
കുട്ടികളുടെ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ വടംവലി മത്സരം ആരംഭിക്കുകയാണ്. ബോൾ പാസിംഗ് മത്സരത്തിന് ശേഷം 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ വടംവലി മത്സരം. കുട്ടികൾ മാവേലിയോട് പരാതിയിൽ ആവശ്യപ്പെട്ടു വടംവലി മത്സരം വേണമെന്ന്. അപ്പോൾ തന്നെ അവിടെ നിന്ന് നമുക്ക് മെസ്സേജ് വന്നു. ഉടൻ തന്നെ നമ്മൾ മത്സരം ക്രമീകരിച്ചു. റോഡിന്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ ക്രമീകരിക്കുന്നതാണ്. അൽഫോൻസ് കുന്നേൽ, ആദിത്യ കണിയാമ്പറമ്പിൽ, അജോൾ ചെറുട്ടവേലിൽ, തോമസ് പുല്ലാട്ട്, റോബിൻസ് കുത്തപ്പുരയ്ക്കൽ പരിപാടികളാണ് ഇവിടെ നടന്നു വരിക. കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള അത്യന്തം വാശിയേറിയ മത്സരങ്ങൾ, ഓണക്കളികളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ദൃശ്യ ക്ലബിന്റെ താഴെ പോയ ബോൾ പാസിംഗ് ട്രയലാണേ. വാശിയേറിയ ബോൾ പാസിംഗ് മത്സരമാണ് നടക്കുന്നത്. ബോൾ പാസിംഗ് മത്സരം തുടരുന്നു. സിനോജിന്റെ മോഡുകൾ റോബിൻസ് കുത്തപ്പുരയ്ക്കലും നയിക്കുന്ന ബോൾ പാസിംഗ് മത്സരമാണ്. ജോയൽ റോയിയുണ്ട്, അലക്സ് കുന്നംകുളം, ആലപ്പുഴ കുന്നംകുളം, അൽഫോൻസ് കുന്നേൽ, ആദിത്യ കണിയാമ്പറമ്പിൽ, അജോൾ ചിരട്ടവയലിൽ, തോമസ്. ബോൾ താഴെക്കളയരുത്. വിട്ടുകൊടുക്കില്ലെന്നാണ് നോക്കാൻ പറ്റില്ല. ശ്രദ്ധിക്കുക. ഉടൻ തന്നെ കുട്ടികളുടെ വടംവലി മത്സരം ആരംഭിക്കുകയാണ്. വടംവലി മത്സരം വരായികൾ ശ്രദ്ധിക്കുക. വടമൊന്നും എടുത്തിടുക. മത്സരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കുട്ടികളെല്ലാം എല്ലാവരും പങ്കെടുക്കാം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. അതില് ഒന്നാം സമ്മാനം നേടുന്ന ടീമിന് ശ്രദ്ധിക്കുക. കുട്ടികളെല്ലാം ഇറങ്ങുക, ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുക. വടത്തിനടുത്ത് നിന്നോ, വടത്തിനടുത്ത് നിൽക്കുക. ഓരോ സൈഡിലും തുല്യ എണ്ണം വീതം ഒന്നെടുത്ത് നിർത്തണം കേട്ടോ. കുട്ടികളെ ശ്രദ്ധിക്കുക. നിങ്ങളെ കാത്ത് ടീമിന് ഒരു ട്രോഫിയും ഒരു ക്യാഷ് അവാർഡും ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. ചെറിയതാണെങ്കിലും മത്സരമാണ് ഇപ്പോൾ നടക്കുക.
15 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അത്യന്തം വാശിയേറിയ വടംവലി മത്സരമാണ് ഇവിടെ നടക്കുന്നത്. കുട്ടികളെ ശ്രദ്ധിക്കുക. വടം ആദ്യം താഴെ ഇടുക. താഴെ ഇട്ടോ. ശ്രദ്ധിക്കുക, 2 ടീമേ ഉള്ളൂ. 2 ടീമ് മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് കയറുന്നോ, ബാക്കിയുള്ളവരും കൂടെ കയറുന്നോ. അത് ശ്രദ്ധിച്ചാ മതി, അതിന് കുഴപ്പമില്ല. അത് ഭാരവാഹികളെ ശ്രദ്ധിച്ചേ. ഏകദേശം ഒരേ തൂക്കം വരുന്ന പോലെ 2 സൈഡിലും. ബായിക്ക് ആൺകുട്ടിയെ അപ്പുറത്തും വിട്. ബായിക്ക് ഭാരവാഹികൾ ശ്രദ്ധിക്കണം. ബാക്ക് സൈഡില് 2 സൈഡിലും ഭാരവാഹികൾ ഉണ്ടായിരിക്കണം കേട്ടോ. ബാക്ക് സൈഡില് വടത്തെ പിടിക്കണം. വടം താഴെ ഇടുക. തോറ്റെങ്കിലും അവസാനം ഭാരവാഹികൾ പറഞ്ഞ് അന്നേരമേ താത്തിടാവുള്ളൂ. റെഡിയല്ലേ? അവിടെയുണ്ട്. 1 റിബൺ മതി. വിസിലില്ല. ഫസ്റ്റ് വിസിൽ എന്ന് പറയുള്ളൂ കേട്ടോ. റെഡിയാണോ? ഒന്നാം സമ്മാനം നേടുന്ന ടീമിന് ഒലിവി സ്റ്റോഴ്സ് കൽത്തൊട്ടി നൽകുന്ന 501 രൂപയും 2ാം സമ്മാനം നേടുന്ന ടീമിന് എഡ്യൂകെയർ ട്യൂഷൻ സെന്റർ നൽകുന്ന 251 രൂപയും സമ്മാനമായി നൽകുന്നു. ട്രോഫിയും ഉണ്ടായിരിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, മൊത്തത്തിലായിരിക്കും സമ്മാനം. അത് നിങ്ങൾ വീതം വെക്കണം. ആ ടീമിന്റെ പേരുകൾ ഇവിടെ തന്നിട്ടേ പോകാവുള്ളൂ. ഭാരവാഹി കേട്ടോ, ശ്രദ്ധിച്ചാണോ? ഫസ്റ്റ് വിസിൽ പറയുമ്പോൾ റെഡി ആവുക. കേൾക്കുന്നുണ്ടോ? ഫസ്റ്റ് വിസിൽ എന്ന് പറയുമ്പോൾ റെഡി ആവുക. സെക്കൻഡ് വിസിൽ എന്ന് പറയുമ്പോൾ വടം എടുക്കുക. കേൾക്കുന്നുണ്ടോ? എടാ കലപില കൂട്ടാതെ കേക്കടാ. തേർഡ് വിസിൽ എന്ന് പറയുമ്പോൾ വലിക്കുക കേട്ടോ. വടം വിട്ടേക്കരുത്. 2 സൈഡിലും ഭാരവാഹികൾ വേണം. വാശിയേറിയ മത്സരമാണ്. കുട്ടികളുടെ വടംവലി മത്സരം. ഇത് നമ്മള് വെറും ഒരു മത്സരമായിട്ട്, നമ്മുടെ ഒരു നാടിന്റെ ഉത്സവമായിട്ട് കാണുക. കൈ പോകരുത് കേട്ടോ. കൈയൊന്നും മുറിയൊന്നും ചെയ്യരുത്. സൂക്ഷിച്ചു പിടിച്ചോണം പടത്തേല് കേട്ടോ. ഫസ്റ്റ് വിസിൽ എന്ന് പറയുമ്പോൾ റെഡിയാവുക. റെഡിയാണോ? 2 ടീമും റെഡിയാണ്. അയലാണേ. ഫസ്റ്റ് വിസിൽ, സെക്കൻഡ് വിസിൽ. വടമെടുക്കുക. വടമെടുക്കുക. പുറകോട്ടാണ് വലിക്കേണ്ടത്. ശ്രദ്ധിച്ചോണം. ഫൈനൽ വിസിൽ. വലിച്ചോ. വാശിയേറിയ മത്സരം. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. കുട്ടികളുടെ വടംവലി മത്സരം. തോളയിലിടണ്ട. താത്തിട്ടോ. താത്തിന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് വിസിൽ എന്ന് പറയുമ്പോൾ വിസിൽ, തേർഡ് വിസിലിന് വലി തുടങ്ങുക. ഓക്കെ, റെഡിയല്ലേ? റെഡിയാണോ? ഫസ്റ്റ് വിസിൽ റെഡിയാവുക. സെക്കൻഡ് വിസിൽ വലിക്കുക. വലിക്കണ്ട, വലിച്ച് ടൈറ്റാക്കി നിർത്തിയാൽ മതി. തേർഡ് വിസിൽ. വാശിയേറിയ മത്സരമാണ്. എല്ലാവരും ഒന്ന് കൈയടിക്കുക. അത്യന്തം വാശിയേറിയ മത്സരമാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം. കുട്ടികൾ തമ്മിലുള്ള വടംവലി. ആരും വിട്ടുകൊടുക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കരുത്. അത്യന്തം വാശിയേറിയ മത്സരമാണ്. കുട്ടികളുടെ മത്സരം തിരിച്ചു പിടിക്കുന്നു. അത്യന്തം വാശിയേറിയ വിട്ടുകൊടുക്കരുത്. ആഞ്ഞു പിടിച്ചോ. ആഞ്ഞു പിടിക്കുക. അത്യന്തം വാശിയേറിയ മത്സരം. പറയണം. നിർത്താൻ കൊണ്ടുവരും. 2 സൈഡിലേക്ക് പോവാം.
വാശിയേറിയ മത്സരമാണ്. ആദ്യ വിസിൽ പറയുമ്പോൾ വടം എടുക്കരുത്. സെക്കൻഡ് വിസിലിന് വടം എടുക്കുക, വലിച്ചു നിർത്തുക, വലിക്കാൻ തുടങ്ങരുത്. മൂന്നാമത്തെ വിസിലിനാണ് വലിക്കേണ്ടത്. ഓക്കെ അല്ലേ? റെഡിയാണോ? ബാക്ക് സൈഡ് രണ്ടും ആള് വേണേ. വടം പിടിച്ചോണേ. സഹിച്ചടാ നോക്കിയോണേ. അവിടെ മനോജേ റെഡിയല്ലേ? ഫസ്റ്റ് വിസിൽ, സെക്കൻഡ് വിസിൽ ടൈറ്റ് ആകുക. തേർഡ് വിസിൽ. വലിച്ചോ. അത്യന്തം വാശിയേറിയ. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ കുട്ടികൾ, കത്തൊട്ടിയുടെ കുട്ടികൾ മിടുക്കന്മാരെ എൻജോയ് എടുത്ത പോരാട്ടമാണ്. റെഡി? തീർന്നു. മത്സരത്തിൽ ഇരു ടീമുകളും വിജയിച്ചിരിക്കുകയാണ്. നമ്മുടെ മല്ലന്മാര്, കൽത്തൊട്ടിയുടെ മിടുക്കന്മാരും മിടുക്കികളും ഓരോ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നു. ഇത് ഫൈനൽ മത്സരമാണ്. ശ്രദ്ധിക്കുക, കുട്ടികളെ ശ്രദ്ധിക്കുക. നിങ്ങൾ രണ്ടുപേരും, രണ്ട് ടീമും ഓരോ പ്രാവശ്യം വിജയിച്ചു. ഇതിൽ വിജയിക്കുന്നവർക്കായിരിക്കും സമ്മാനം. ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് രണ്ടാമത് എത്തുന്നവർക്ക്. ഓക്കെ? ആദ്യ വിസിലിന് വടം എടുക്കരുത്. സെക്കൻഡ് വിസിലിന് വടം എടുക്കുക, ടൈറ്റ് ആക്കുക. മൂന്നാമത്തെ വിസിലിന് വലിക്കുക. ഓക്കെ? റെഡിയാണോ? സെക്കൻഡ് വിസിൽ. വലിക്കരുത്, വലിക്കണ്ട, ടൈറ്റ് ആക്കിയാൽ മതി. റെഡിയല്ലേ? ഫൈനൽ വിസിൽ. വാശിയേറിയ മത്സരമാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. കൽത്തൊട്ടിയുടെ മിടുക്കന്മാരും മിടുക്കികളും തമ്മിലുള്ള വാശിയായി. വാശിയേറിയ വടംവലി മത്സരമാണ്. കുട്ടികളുടെ വടംവലി മത്സരം കഴിഞ്ഞു. ഇപ്പോൾ വനിതകളുടെ മത്സരമാണ്. രണ്ട് ടീമാണുള്ളത്. ആ ടീം അംഗങ്ങളുടെ പേരെഴുതിയെടുക്കണം. ഏകദേശം എണ്ണം ക്ലിയർ ആയിരിക്കണം. തീർത്തും തികച്ചും ഒരു ഉത്സവമായി മാറിയിരിക്കുന്നു. നമ്മുടെ വീട്ടമ്മമാരും പെൺകുട്ടികളും ഉൾപ്പെടെ നമ്മുടെ ഈ മത്സരത്തിൽ മാറ്റിവെക്കുന്നു. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. അത്യന്തം വാശിയേറിയ മത്സരമാണ്. ഇരു വിഭാഗക്കാരും, വടക്കേക്കരക്കാരും തെക്കേക്കരക്കാരും തമ്മിലുള്ള അത്യന്തം വാശിയേറിയ ഏറ്റുമുട്ടലാണ് ഇവിടെ നടക്കുക. വടംവലി മത്സരം ഉടൻ തന്നെ ആരംഭിക്കുന്നു. ഭാരവാഹികൾ ശ്രദ്ധിക്കുക, എല്ലാവരുടെയും പേരെഴുതിയെടുക്കണേ. ശ്രദ്ധിക്കണേ, വടംവലിക്കാൻ നിൽക്കുന്നവരെ ശ്രദ്ധിക്കുക. തേർഡ് വിസിൽ പറയുമ്പോൾ വലിക്കുക. റെഡിയല്ലേ? ഫസ്റ്റ് വിസിൽ ട്രയലാണേ. സെക്കൻഡ് വിസിൽ എടുത്തോ, ടൈറ്റ് ആക്കിക്കോ, വലിച്ചു നിർത്തിക്കോ എല്ലാവരും. ഫൈനൽ വിസിൽ. വാശിയേറിയ മത്സരമാണ്. കൽത്തൊട്ടിയുടെ വനിതകൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഇത് ട്രയലായിരുന്നു. മറ്റേ ആൾക്ക് സെക്കൻഡ് വിസിൽ. റെഡിയല്ലേ? മത്സരം ആരംഭിക്കുകയാണ്. ഫസ്റ്റ് വിസിൽ. റെഡിയല്ലേ? സെക്കൻഡ് വിസിൽ എടുത്തോ, ടൈറ്റ് ആക്കിക്കോ. വലിക്കണ്ട, ഇപ്പം ടൈറ്റ് ആക്കിയാ മതി. ഫൈനൽ വിസിൽ. റെഡി? വലിച്ചോ. വാശിയേറിയ മത്സരമാണ്. കൽത്തൊട്ടിയുടെ വീട്ടമ്മമാരും പെൺകുട്ടികളും തമ്മിലുള്ള അത്യന്തം വാശിയേറിയ പ്രോത്സാഹിപ്പിക്കാം. മത്സരമാണ്. ഇതാ ഫൈനൽ വിജയിച്ചിരിക്കുന്നു. തെക്കേക്കരക്കാര്, വടക്കേക്കര ടീമും തെക്കേക്കര ടീമും തമ്മിലുള്ള അത്യന്തം വാശിയേറിയ മത്സരമാണ് ഇവിടെ നടക്കുക. വടം വിടരുത് കേട്ടോ. വാശിയേറിയ മത്സരമാണ്. കുട്ടികളുടെ കാല് പോകാതെ നോക്കണം. അത്യന്തം വാശിയേറിയ മത്സരമാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. റെഡിയല്ലേ? ഒരു വീഡിയോ
എടുക്കണം എല്ലാരും. നല്ല ഇവരുടെ വടംവലിയുടെ ഒക്കെ. ഫസ്റ്റ് വിസിൽ, സെക്കൻഡ് വിസിൽ. പടം എടുത്തോ, ലൈറ്റ് ആക്കിയാൽ മതി. വലിക്കില്ല, ലൈറ്റ് ആക്കുക. വാശിയേറിയ മത്സരമാണ്. ഫൈനൽ വിസിൽ. വാശിയേറിയ മത്സരമാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഇനി കൂട്ടരും ഒപ്പത്തിനൊപ്പം ഫൈനൽ. ഓക്കെ, 1-1. രണ്ടാം സമ്മാനം നേടുന്ന ടീമിന് ജ്യോതിഷ് തൈക്കുഴിപ്പറമ്പിൽ നൽകുന്ന 251 രൂപയും ട്രോഫിയും ഉണ്ടായിരിക്കുന്നതാണ്. വാശിയേറിയ മത്സരമാണ്. റെഡിയല്ലേ? ഈ മത്സരത്തിൽ വിജയിക്കുന്നവരായിരിക്കും ഒന്നാം സ്ഥാനം. ഓക്കെ, ഫസ്റ്റ് വിസിൽ, സെക്കൻഡ് വിസിൽ. ടൈറ്റ് ആക്കുക. വലിക്കണ്ട. ഇപ്പൊ വലിക്കില്ല, ഇത് കിട്ടിക്കോട്ടെ. ഫൈനൽ വിസിൽ. വാശിയേറിയ മത്സരമാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. 1-1 ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഫൈനൽ. ഓക്കെ. ടീമിന്റെ പേര് കിട്ടിയായിരുന്നു. ഫസ്റ്റ് ടോപ്പിലും